പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അടുത്തൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ. ഇത് നമ്മളെ ജനങ്ങൾ അറിയണമല്ലോ, നമ്മുടെ ഓരോ വകുപ്പുകളും കാണിച്ചു കൂട്ടുന്ന കാര്യത്തെപ്പറ്റി ജനങ്ങൾ അറിയണമല്ലോ. ഇത് പ്രതികരിക്കാൻ നമ്മളെപ്പോലുള്ള ആൾക്കാരും ഉണ്ട്, നിങ്ങൾ കേൾക്കാനും ഉണ്ട്. ജനങ്ങൾ അറിഞ്ഞെങ്കിൽ മാത്രമേ നാടിനൊരു മാറ്റം ഉണ്ടാവുകയുള്ളൂ, അധികൃതരെ മാറ്റം വരുത്തുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ പലപ്പോഴും ചിന്തിക്കുന്നുണ്ട്, ഈ ഉടനടി വാർത്ത എന്ന് പറയുന്ന ആളിന് ഇന്ന് വരെ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. കാരണം സ്റ്റുഡിയോ മറ്റുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ സുഹൃത്ത് നമ്മളൊരു പാവപ്പെട്ടവരാണ് കേട്ടോ, നിങ്ങൾ അതുകൂടെ തിരിച്ചറിയണം. നമ്മുടെ സാമ്പത്തികം നമ്മുടെ തൊഴിലൊക്കെ അനുസരിച്ചുള്ള കാര്യങ്ങളല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? അപ്പം നമ്മളൊരു മിഡിലായിട്ടുള്ള സാധാരണക്കാരനൊരാളായിട്ടുള്ള ഒരു മനുഷ്യനാണ് ഉടനടി വാർത്ത ഒരാൾ കേട്ടോ. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ വീഡിയോ ഇടുന്നതും നമ്മുടെ കാര്യങ്ങൾ നടത്തുന്നതും നമ്മൾ നെറ്റ് വർക്ക് ചെയ്തെല്ലാം നമ്മുടെ ഉപജീവന മാർഗത്തിൻ്റെ ഒരംശം എടുത്തുകൊണ്ടും പിന്നെ ചെറിയ ചെറിയ വരുമാന മാർഗ്ഗങ്ങളും കൊണ്ടുപോകാം കേട്ടോ. അത് നിങ്ങൾ പ്രത്യേകം ആദ്യമായിട്ട് ഞാൻ ഓർമ്മപ്പെടുത്തുക കേട്ടോ. എനിക്ക് വലിയ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ നമ്മുടെ ഇതില്ല. തുള വേണ്ടേ? എറിയുന്നവൻ്റെ ദൈവം കല്ല് കൊടുക്കത്തില്ല ഉണ്ടോ? അത് സത്യം, അത് കറക്റ്റാണ് കേട്ടോ. നമ്മളൊക്കെ പാവപ്പെട്ട ഒരു സാധാരണക്കാരൻ, ചെറിയ വീട്ടിൽ താമസിക്കുന്ന ഒരാൾ, ഇങ്ങനെ നിങ്ങൾ കണക്ക് കൂട്ടാവുള്ളൂ കേട്ടോ. അങ്ങനെ ഉള്ളൂ. നമ്മുടെ ഓരോ ഉപജീവന മാർഗ്ഗത്തിൽ ഞങ്ങൾ ഓരോ തൊഴിലിന് വേണ്ടി തന്നെ ഞാനും എൻ്റെ മകനും തിരഞ്ഞെടുക്കുന്നു, പോകുന്നു. അങ്ങനെയുള്ള ഉപജീവന മാർഗ്ഗം സാധാരണക്കാരിൽ പെട്ട സാധാരണക്കാരൻ. അത് നിങ്ങളൊന്ന് അറിയാൻ വേണ്ടി ഞാൻ അത് പറഞ്ഞതാണ് കേട്ടോ. പലരും കമൻറ്റ് വിടുന്നുണ്ട് എനിക്ക്, ഈ മൊബൈലിലൊക്കെ നല്ല ക്ലാരിറ്റി ഇല്ല എന്നുള്ളത്. പക്ഷേ മൊബൈലൊക്കെ നല്ലൊരു മൊബൈലൊക്കെ ഇന്നത്തെ ചിത്രത്തിലൊക്കെ മേടിക്കുക 10,000, 20,000 രൂപ ഒക്കെ വേണ്ടേ? നമ്മുടെ സാമ്പത്തികം ഇല്ല, കാരണം അറിയാമോ? അപ്പം സാമ്പത്തികം ഇല്ലാത്തവർ ഈ ലോകത്ത് ജീവിക്കണ്ടേ ഇല്ലേ? അത്രയും കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ചാൽ മതി. പിന്നെ ദൈവം ഇന്നല്ലെങ്കിൽ നാളെ അത് മാറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നോടൊപ്പം നിങ്ങളോടൊന്ന് പ്രാർത്ഥിച്ചാൽ രക്ഷപ്പെട്ടു, അതേ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നത്തെ വിഷയം കിടക്കുന്നത് അത് ആമുഖമായിട്ടൊന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിനുള്ള കമൻറ്റുകൾ വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞത് വൈദ്യുതി വകുപ്പാണ് കേട്ടോ. വൈദ്യുതി വകുപ്പിൽ എനിക്ക് ചിരി വന്ന ബിഗ് ടി വിയുടെ ഒരു വാർത്ത ഞാനിപ്പം കണ്ടു. അതാ ഞാനിപ്പം വീഡിയോ വരാനുള്ള കാരണം. തിരുവല്ലയിലെ ബഹുമാന്യനായ MLA, പുതിയ MLA മാമൻ വർഗീസ് സാറ് നിരണം എങ്ങാണ്ട് ഏതോ റൂട്ടിൽ, അതായത് ഈ മരത്തിൻ്റെ ശിഖരം വെട്ടുന്ന രീതിയിൽ തെങ്ങിൻ്റെ പകുതി വെച്ചൊക്കെ വെട്ടിക്കളഞ്ഞേക്കുകയാണ്. കൃഷിയിടങ്ങൾ വളർത്തി കഷ്ടപ്പെട്ട് വളർത്തുന്ന ഇതിൻ്റെ പകുതി വെട്ട, കാരണം അനുവാദം പോലും ഇല്ലാതെ വെട്ടുന്ന അദ്ദേഹം പറഞ്ഞു. അതിനെതിരെ അദ്ദേഹം മന്ത്രിക്ക് പരാതി കൊടുത്തു. ഇത് സർക്കാരിൻ്റെ നയമല്ല, മരത്തിൻ്റെ ശിഖരം വെട്ടിക്കളയാനേ സർക്കാരിൻ്റെ നയമുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കറക്റ്റ് കയറുക. ഇവിടെ ഞങ്ങളുടെ ഇവിടെയൊക്കെ ഒരു 6 മാസത്തിന് മുമ്പ് ഞാൻ പത്തനംതിട്ട ജില്ലയിലെ വായ്പൂർ സെക്ഷൻ്റെ കീഴിലാണ് താമസിക്കുന്നത് കേട്ടോ. വായ്പൂർ സെക്ഷൻ്റെ കാര്യം പിന്നെ പറയാം തുടർന്ന്. ഇവിടെയൊക്കെ 6 മാസത്തിന് മുമ്പേ മിക്ക റോഡ് സൈഡിൽ നിൽക്കുന്ന 11 kV സൈഡിൽ നിൽക്കുന്ന എല്ലാം വെട്ടി ചാറുപുറ തെങ്ങും കവുങ്ങും. അപ്പം എല്ലാവരോടും ചോദിക്കാതെ ചെയ്തിട്ടുണ്ടായിരിക്കാം, പക്ഷേ ചോദിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. എല്ലാവരും പാവങ്ങൾ, എല്ലാവരും ജനങ്ങൾക്ക് പേടിയാണ്, വൈദ്യുതിയല്ലേ. അപ്പം ലൈനിന് മീതെ നിൽക്കുമെന്ന് പറഞ്ഞാൽ അവർ വെട്ടിക്കും. ഇവർ വെട്ടി എങ്കിൽ സാറേ, പൊന്ന് സാറന്മാരെ, നിങ്ങളൊരു കാര്യം ചെയ്തേ, വൈദ്യുതിക്ക് മുടക്കത്തിൽ യാതൊരു കുറവും. നേരത്തെ 10 തവണ പോകുന്നുണ്ടെങ്കിൽ 25 തവണ വൈദ്യുതി പോവാം ഇല്ലേ? പ്രിയപ്പെട്ട പ്രേക്ഷകർ ചിന്തിച്ച് നിങ്ങളുടെ വൈദ്യുതി ചാർജ് എന്തെങ്കിലും കുറവുണ്ടോ? ഇന്ന് സാധാരണക്കാരനെ സംബന്ധിച്ച് കടവും വിലയാണെങ്കിലും മേടിച്ച് അവൻ വീട്ടിൽ വൈദ്യുതി വെളിച്ചം കിട്ടണമെങ്കിൽ ഇൻവെർട്ടർ വേണം. 10,000, 20,000 രൂപ കൊടുത്ത് ഇൻവെർട്ടർ വെച്ചാൽ അവന് വൈദ്യുതി കിട്ടും. മനസ്സിലായില്ലേ? സാധാരണ വൈദ്യുതി ഉപയോഗിക്കുന്ന ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പോയാൽ ഉറപ്പായിട്ടും ഒരു ദിവസം 25 തവണയെങ്കിലും വൈദ്യുതി പോയിരിക്കും. ഈ വൈദ്യുതി നമ്മളൊരു കാര്യം കൂടെ പ്രിയപ്പെട്ട പ്രേക്ഷകരൊന്ന് ചിന്തിച്ചേ, എല്ലാ ഡെവലപ്പിങ്ങും എല്ലാ മേഖലയും നടക്കുന്നു. വൈദ്യുതിയുടെ വകുപ്പിൽ ഏതെങ്കിലും ഒരു പുരോഗതി, ഏതെങ്കിലും പുരോഗതി ചാർജ് കൂടുന്നതല്ലാതെ നമുക്ക് ബില്ല് തരുന്നു, ചാർജ് കൂടുന്നു, ബില്ല് എഴുതി അവർ ഓരോ 2 മാസം കുടുംബം വരുന്നു, ബില്ല് എഴുതുന്നു, അവർ പോകുന്നു. ഇത്ര രൂപ 3,000, 2,500, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഞാൻ അടച്ചത് 3,396 രൂപ അടച്ചു. കുറവില്ല കേട്ടോ, 1,000 രൂപ കൂടി. ഇപ്പോൾ ഓണക്കാരുന്നത് വേറെ തന്നെ വൈദ്യുതി കൂടുതൽ ഉപയോഗിച്ചു, നമുക്ക് പറയാൻ പാടില്ല. എല്ലാവർക്കും 1,000 രൂപ ഉണ്ടായിരുന്നവർ 2,000, 2,500 അടച്ചു. ഞാനിത് പറയുന്നത്, ഒരു കസ്റ്റമർ അവന് കൊടുക്കുന്നത് നിർബന്ധമായിട്ടും നിർബന്ധിത സേവനം ചെയ്യണം. ആ ഒരു സേവനം കിട്ടാത്തൊരു വകുപ്പാണ് വൈദ്യുതി വകുപ്പ്. ആര് ഭരിക്കും? കഴിഞ്ഞ സർക്കാർ ഭരിക്കുമ്പം പുതിയ സർക്കാർ വന്നു, ശരിയല്ലേ? അത് കിട്ടത്തില്ല. കാരണം എന്നറിയാമോ, അത് നമ്മുടെ സെക്ഷൻ ഓഫീസിലൊക്കെ എനിക്ക് തോന്നി പത്തനംതിട്ട ജില്ലയിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി പോകുന്ന ഒരു സെക്ഷൻ ഓഫീസ് വായ്പൂര്. അന്നും ഇന്നും മാറ്റമില്ല. വെട്ടലൊക്കെ ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്.
സൈഡ് വെട്ടും അല്ലെ ചികരം വെട്ടും ഇതെല്ലാം കൃത്യമായിട്ട് അത് ആ കൊട്ടേഷൻ രീതിയിൽ അവർ ടെൻഡർ കൊടുത്തിരിക്കുന്നവർ അവർ വന്ന് ചെയ്യുന്നുണ്ട്. പക്ഷേ വൈദ്യുതി മുടക്കാൻ ആരും മറുപടിയില്ല. ചിലയിടത്താണ് വൈദ്യുതി ഇല്ലതാനും അതുപോലെ തന്നെ വോൾട്ടേജും. മനസ്സിലായില്ലേ? ഞങ്ങൾ നമ്മൾ പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ പറയുന്നത് എല്ലാവർക്കും കൂടെ വേണ്ടിയാണ്. അത് നിങ്ങൾ ചിന്തിക്കണം കേട്ടോ. നമ്മൾ പ്രതികരിച്ചെങ്കിൽ മാത്രമേ, നമ്മൾ ശബ്ദിച്ചെങ്കിൽ മാത്രമേ നമുക്കതിന് പരിഹാരം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ നടപടി ഉണ്ടാവുള്ളൂ. നമ്മൾ മിണ്ടാതിരുന്നോ. നിങ്ങൾ പ്രതികരിക്കുക എന്ന് പറഞ്ഞാൽ പ്രതികരിക്കാതെ അക്രമം ചെയ്യാന്നുള്ളതല്ല. സംസാരിക്കേണ്ടടുത്ത് സംസാരിക്കുക. അത് ജനം പഠിക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു കാര്യം കൂടെ പറയുക കേട്ടോ. നമ്മുടെ ഏത് ഓഫീസിൽ, നിങ്ങൾ സർക്കാർ ഏത് ഓഫീസിലായിക്കോട്ടെ, നമ്മൾ പോകുമ്പോൾ നമ്മൾ പമ്മി നിൽക്കരുത്, ഒളിഞ്ഞ് നിൽക്കരുത്, സംസാരിക്കാതെ നിൽക്കരുത്. നമ്മൾ സംസാരിക്കേണ്ടടുത്ത് സംസാരിച്ചെങ്കിൽ നമ്മുടെ കാര്യം നിറവേറുകയുള്ളൂ. ആ കാരണത്തിൽ നടപടി ഉണ്ടാകുള്ളൂ. അതുകൂടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ചോദിക്കുന്നത് മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങതാണ് നമ്മുടെ വൈദ്യുതി. ഞാൻ ബിഗ് ടി വിയുടെ ചാനലിലെ വാർത്ത കണ്ടുകൊണ്ടാണ് ഈ വാർത്തയെ വന്നത്. അപ്പോൾ നമ്മുടെ വൈദ്യുതി തടസ്സത്തിന് യാതൊരു മാറ്റമില്ലാതെ നിർമ്മാണം തുടരുന്നു. മാനത്ത് മഴ കണ്ടു കഴിഞ്ഞാൽ വൈദ്യുതി ഞങ്ങളുടെ ഏരിയയിലൊക്കെ പോകും. നിങ്ങളുടെ ഏരിയ അതുപോലെ തന്നെ ഞാൻ വിശ്വസിക്കുന്നു അല്ലേ? ഓക്കെ. ആ വൈദ്യുതിയെ പറ്റിയുള്ള അത് നമ്മൾ കുറ്റമല്ല, കുറവുമല്ല, പക്ഷേ മാറ്റം വരണം എന്നുള്ള ഒറ്റ ഉദ്ദേശം, നന്മ ഉദ്ദേശിച്ച് മാത്രം പറഞ്ഞതാണ്. അപ്പം നാളുകളിൽ മാറ്റം ഉണ്ടാകാം, മാറ്റം നമ്മൾ പ്രതീക്ഷിക്കാം. ഓക്കെ, താങ്ക് യു. അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം കേട്ടോ. ഓക്കെ.